അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ. പ്രത്യേകിച്ച് എന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് നാളെ പെരുന്നാളാണ്, ചൊവ്വാഴ്ച പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വെച്ചു, ചിക്കൻ്റെ ഇതായിട്ട്. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു അൽഫാം ഉണ്ടാക്കാം, ചിക്കൻ അൽഫാം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നാളെയാണല്ലോ, അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ ശരിയാക്കി വെക്കാമെന്ന് കരുതി ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു. 2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ നന്നാക്കി കഴിഞ്ഞു. 4 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഒരു കോഴി. ആ 4 കഷ്ണത്തിൽ നമ്മൾ മസാല പുരട്ടുന്നതിന് മുന്നേ, ചേരുവകൾ ഇൻഗ്രീഡിയൻസ് കൂട്ടുന്നതിന് മുൻപ് നമ്മൾ പീസുകളിലൊക്കെ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞിടണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ മസാല ഇൻഗ്രീഡിയൻസ് കൂട്ടുമ്പോൾ നമ്മൾക്കതിൽ നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കാനൊക്കെ ഇങ്ങനെ വെട്ടിയിടുന്നതുകൊണ്ട്, വരച്ചിടുന്നതുകൊണ്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെ വരച്ചിടാൻ ശ്രമിക്കുക. അങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്താ വെച്ചാൽ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. അതായത് 3 ടീസ്പൂൺ വേണം കേട്ടോ അതിനുള്ളത് അരയ്ക്കുക. അത് ഇപ്പോൾ ഏകദേശം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 3 ടീസ്പൂണ് മിനിമം വേണം. അപ്പോൾ അതിൻ്റെ രീതിക്കുള്ളത് അരച്ച് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം കുറച്ച് നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അൽഫാമിന് കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 നാരങ്ങ പിഴിഞ്ഞാൽ മതി. ഞാനെന്തായാലും ഒരു 2 നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കാരണം പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ 2 എണ്ണം പിഴിഞ്ഞ് കൊടുക്കുക. ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ 2 നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ കട്ട തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നവരുണ്ട്. അതുമാതിരി ഉണക്ക നാരങ്ങ ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അത് ചെയ്യുന്നില്ല. നമ്മൾ നാരങ്ങയും മാത്രമേ പിഴിഞ്ഞ് കൊടുക്കുന്നു. കട്ടത്തൈരും ഉണങ്ങിയ നാരങ്ങയൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് മിക്സാക്കിയതിൻ്റെ ഉള്ളിലോട്ട്, ആ വെട്ടിയ പാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തിരുമ്മി കയറ്റി കൊടുക്കണം. എന്നാലേ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി, നമ്മളെ എരിവിന് ആവശ്യത്തിനകത്ത് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യാർത്ഥം കുറച്ച്, നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പൊടിപ്പാണ് നല്ലത്. കല്ലുപ്പ് ഇടുന്നവരുണ്ട് ചിലർ. പൊടിപ്പാണ് നല്ലത് കേട്ടോ. പൊടിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നാക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സാക്കി വെക്കണം. നന്നാക്കി അതിലോട്ട് പറ്റിച്ച് വെക്കണം. പറ്റിച്ച് വെറുതെ തിരുമ്മിയിട്ട് അപ്പം തന്നെ വേറെ ഇൻഗ്രീഡിയൻസ് കൂട്ടാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ്, മിനിമം ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. കാരണം വെച്ചാൽ ഈ എരിവും പുളിയും അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. ആ 10 മിനിറ്റ് മാറ്റി വെക്കുന്ന നേരത്ത് നമുക്ക് ഇവിടെ ഒരു വെല്ലുള്ളി ഉണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചിട്ട് 3ഉം പാടെ മിക്സാക്കി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇത് അതിലേക്ക് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് മിക്സാക്കി ആക്കാനുള്ളതാണ്. അപ്പോൾ അത് അരച്ച് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ, ഇപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് മിക്സാക്കാനാണ്. ഇപ്പോൾ നമ്മൾ മിക്സാക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം വെച്ചിട്ട് 10-15 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മിക്സാക്കാൻ പോവുകയാണ്. മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനം. അതും അതുപോലെ തന്നെ നന്നായിട്ട് തിരുമ്മി അതിനുള്ളിലോട്ടൊക്കെ നല്ല രീതിയിൽ കയറ്റി വെക്കണം കേട്ടോ. കാരണം വെച്ചാൽ അതിൻ്റെ വെട്ടി നമ്മൾ നേരത്തെ വരച്ചിട്ട് പാടില്ല, അതിനുള്ളിലൊക്കെ നല്ലോണം ആക്കി വെക്കണം. അത് കഴിഞ്ഞ് നേരെ എടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി അത് ചേർക്കണം. അതായത് എരിവുള്ള സാധാ മുളക് പൊടി വേണം കേട്ടോ. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നമ്മളെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇടുന്നത് ഞാൻ ഗരം മസാലയാണ്. അത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. സാധാരണ നോർമൽ ടീസ്പൂണിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഒരു 2-2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവ് എങ്ങനെയാണോ അതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, 1-1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാൻ ഏകദേശം കൈ കൊണ്ടാണ് എടുത്തിട്ടത്, ടീസ്പൂൺ വെച്ചിട്ടല്ല. അത് ടീസ്പൂൺ കൊണ്ട് അളക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മറ്റേ മഞ്ഞൾപ്പൊടി ചുവയ്ക്കും കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം.
അതതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വെട്ടിയ പാട് വരച്ചിട്ട പാടുണ്ട്, അതിലേക്കൊക്കെ നന്നായിട്ട് തിക്കാക്കി കൊടുക്കുക. കാരണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലേ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കുകയുള്ളൂ. അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൺഫ്ലവർ ഓയിലുണ്ട്, അത് ഏകദേശം ഒരു 2-2.5-3 ടീസ്പൂണിൻ്റെ അടുത്ത് ഒഴിക്കുക. എൻ്റെ കയ്യിലുള്ളത് ചെറിയ ടീസ്പൂൺ ആയത് കാരണം ഞാൻ 4 ടീസ്പൂണ് ഒഴിക്കുന്നുണ്ട്. അത് നോക്കണ്ട, ഏകദേശം 2-2.5 ടീസ്പൂൺ ഒഴിച്ചാൽ മതി, അതാണ് പാകം. അത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇതുവരെ ചെയ്ത പോലെ തന്നെ നന്നാക്കിയിട്ട് മിക്സാക്കി കൊടുക്കണം. അതും ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഒന്നിച്ച് ചെയ്യരുത്, ഓരോ ഘട്ടമായിട്ട് ചെയ്യാവൂ. ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഏകദേശം മസാലയൊക്കെ ഇപ്പോൾ ഏകദേശം നമ്മൾ തിരുമ്മി റെഡിയാക്കി. ഇനി മിനിമം ഒരു 4-5 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ മസാല നന്നായിട്ട് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ്. ടൈം മാറ്റി വയ്ക്കുമ്പോൾ കുറച്ച് മസാല അതിലേക്ക് കയറും. പിന്നെ എന്താ വെച്ചാൽ ഇനി ഇത് എടുത്ത് വയ്ക്കുകയാണ്. ഇനി നാളെയാണ് നമ്മൾ പെരുന്നാൾ വരുന്നത്. അപ്പം നാളെയാണ് ഞങ്ങൾ പറമ്പിൽ പോയിട്ട് സാധനം അൽഫാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെക്കാൻ നിൽക്കുകയാണ്. സാധനം കണ്ടല്ലോ, നന്നായിട്ട് മസാലയൊക്കെ അതിൽ കയറ്റി തിരുമ്മി വെച്ചിട്ടുണ്ട്. നമ്മൾ മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കി വീഡിയോ നമുക്ക് നാളെ എടുക്കും, ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല ടോപ്പായിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പോകും. ഉണ്ടാക്കി വെച്ച സോസാണ്, വെളുത്തുള്ളി സോസ്. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ വീട്ടിൽ നിന്നല്ല, പറമ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ചെങ്ങായിവരെ, അപ്പോൾ നമ്മളിവിടെ പറമ്പിലെത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ഇന്നലെ സെറ്റാക്കി വെച്ച ചിക്കൻ്റെ മസാല, ഇവിടെ ചിക്കൻ 4 കഷ്ണമാക്കി വെച്ചത് പാത്രം ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. പാത്രം കാണുന്നുണ്ട്. പിന്നെ നമുക്ക് അടുപ്പ് കൂട്ടാനുള്ള കല്ലുകളും കാര്യങ്ങളും ഗ്രില്ല് മൊത്തം സാധനങ്ങൾ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പറമ്പിലടിക്കുന്ന ചെറിയൊരു പാറപ്പുറത്താണ്. ഇപ്പോൾ ഏകദേശം നോക്കി ഞങ്ങൾക്ക് അറിയാം, ചെറിയൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് സാധനം അടുപ്പത്ത് വെക്കണം. അടുപ്പൊക്കെ ശരിയാക്കണം ആദ്യം. നമുക്ക് അടുപ്പുണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പുണ്ടാക്കണം, ഗ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അടുപ്പുണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കണത്, 4 പാട് കൂട്ടിയിട്ട്. അപ്പോൾ ഗ്രില്ല് മുകളിൽ വെക്കാനുള്ളതാണ്. ഇഷ്ടികയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ പാറേൻ്റെ മുകളിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മളെ കൂട്ടുകാരും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിൽ കരി പോക്കണം, തീ കത്തിക്കണം ഇതിൽ. അപ്പോൾ നമ്മളതിനുള്ള വറകും മൂലക്കൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ കാര്യം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വറകും കാര്യങ്ങൾ ചിരട്ട ഈ സാധനങ്ങളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. നമുക്ക് കത്തിക്കണത് കാണിച്ചു തരാം. ചെങ്ങായിരെ ഏകദേശം അടുപ്പ് നമ്മൾ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ കത്തിയിട്ടില്ല, ചെറുതായിട്ട് കത്തി തുടങ്ങിയിട്ടുള്ളൂ. കാണുന്നുണ്ടാവും, ഒരു സൈഡ് മാത്രം കത്തിയിട്ടുള്ളൂ. ചിരട്ട ഇട്ടിട്ടുണ്ട്, ഓലക്കൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വറക് കൊള്ളിയാലും ഇട്ടിട്ടുണ്ട്. കൽക്കരിയൊക്കെ ഇട്ടാണ് കൂടുതൽ ആൾക്കാരും കത്തിക്കാറ്. അതിന് കൽക്കരിക്ക് ക്യാഷ് കൊടുക്കണം, പിന്നെ സാധനം പെട്ടെന്ന് കിട്ടാല്ല, കുറേ ഭാഗത്തോടെ ചോദിച്ച് പോവുകയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൽക്കാലം ഇവിടെ നമ്മളെ ചുറ്റുപാട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കത്തിച്ച് തുടങ്ങിയാണ്. നല്ല മല്ലുണ്ട് കത്തിക്കാൻ, കാരണം വെച്ചാൽ ശരിക്കാണ്ട് കത്തി കിട്ടണില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടി ഊതി കത്തിച്ച് നോക്കട്ടെ, ആ ചിരട്ട കത്തി കിട്ടിയത്. അപ്പോൾ ചെങ്ങായിരെ ഏകദേശം തീയൊക്കെ കത്തി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധനം നമുക്ക് അടുപ്പത്ത് വെക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഗ്രില്ലുമ്മേക്ക് ചിക്കൻ വെക്കണം. ചിക്കൻ ഇന്നലെ നമ്മൾ കുഴച്ച് മസാലയൊക്കെ സെറ്റാക്കി വെച്ച ചിക്കനാണ് ഇരിക്കുന്നത്, 4 പീസായിട്ട്. അതായത് ഒരു ഫുൾ കോഴിയാണിത്. വെക്കാനുള്ള ഗ്രില്ല് അവിടെ ഇരിക്കുന്നത്. ഈ ഗ്രില്ലുമ്മേക്ക് വെച്ച് നമുക്ക് സെറ്റാക്കുകയാണ്. അപ്പോൾ പരിപാടികൾ ഇനി അടുപ്പത്തേക്കാളുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. ഞങ്ങൾ ഇന്നലെ കുഴച്ച് വെച്ച് എന്താ പറയുക, ചിക്കൻ്റെ കണ്ടില്ലേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് നമ്മളിത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞാൽ മിനിമം. നമ്മളിപ്പോൾ അതിൽ കൂടുതൽ കുറച്ച് ടൈം വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്രയും വെക്കുന്നതോറും മസാല നന്നായിട്ട് കൂടി കിട്ടും. ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ എന്തായാലും, ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നമ്മളൊന്ന് ഉപ്പുണ്ടോ നോക്കണം. കാരണം വെച്ചാൽ കുറച്ച് ടൈം സാധനം മസാല ഇതാക്കിയിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പോൾ മസാല ചെയ്ത് വെച്ചതിനേക്കാളും കുറച്ച് ഉപ്പ് കുറയാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നേരെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഗ്രില്ലുമേക്ക് നമ്മൾ വെക്കുകയാണ് സാധനം. അത് നമ്മളിപ്പോൾ സാധനം നമ്മളെ ഗ്രില്ല് ചെറുതാണ്, അടുപ്പും ചെറുതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 2 പീസ് വെച്ചിട്ട് വെക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് ഓരോ പീസ് വെച്ചിട്ട് സാധനം വെക്കുകയാണ്. വീശി കൊടുക്കുക. സാധനം ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നമ്മളൊന്ന് വീശി കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ചിരട്ടയാണ് ഉള്ളിൽ, കണലായിട്ട് ഇങ്ങനെ കിടക്കണം. നമ്മൾ ഓവറായിട്ട് കത്താൻ പാടില്ല സാധനം. നമ്മളിങ്ങനെ പുകച്ച് കൊടുക്കണം സാധനം. അതായത് തീ ഓവർ കത്തിക്കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ സാധനം എന്താ വെച്ചാൽ കരിഞ്ഞു പോകും. എന്നാൽ ചെറിയൊരു തീയും വേണം. കനലിൽ കടന്നിട്ട് നമ്മൾ തീ കട്ടുണ്ടാവില്ല, കനലായിട്ട് കിടക്കുന്ന ഇതിൽ കാണുന്നുണ്ടാവും, ചുവന്ന കളറായിട്ട് കനൽ കിടക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ കനൽ കടന്നിട്ട് വേണം സാധനം വെന്ത് വരാൻ. പിന്നെന്താ വെച്ചാൽ അടുപ്പത്ത് നമ്മൾ സാധനം വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ എന്താ പറയുക, ഓയിൽ ചെറുതായിട്ട് ഒറ്റിച്ച് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് നന്നായിട്ട് പൊരിയാൻ വേണ്ടിയിട്ടാണ്. സൺഫ്ലവർ ഓയിലാണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കണം. നമ്മൾ കത്തിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കുക, കരിയണ നോക്കണം. കാരണം ഓവർ തീ തട്ടിക്കഴിഞ്ഞാൽ സാധനം കരിഞ്ഞു പോവും. ഒരു ഏകദേശം സമയം പറയച്ചൊരു 3/4 മണിക്കൂർ, 45 മിനിറ്റ് 50 മിനിറ്റോളം, ഏകദേശം 3/4 മണിക്കൂറോളം സാധനം അടുപ്പത്ത് വെക്കേണ്ടി വരും. കാരണം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സംഭവം ഇപ്പോൾ ചൂടാകുമ്പോൾ തന്നെ ഏകദേശം സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി. അപ്പോൾ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമ്മൾ. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ചെങ്ങായിരെ സംഭവം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 4 പീസ്, അതായത് ഒരു കോഴി ഫുൾ സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. അൽഫാം ഇതുവരെ എങ്ങനെ ഉണ്ടാക്കുക നമുക്കറിയില്ല. നമ്മൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്നത് കണ്ടു കേട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചട്ടടയിൽ പോകുമ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ കഴിച്ച് പരിചയമുള്ളൂ, ഉണ്ടാക്കിയിട്ടില്ല. നമുക്കറിയുന്ന ഇൻഗ്രീഡിയൻസും കുറച്ച് കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം സാധനം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വന്ന അൽഫാം ഇതാണ്. ചെറുതായിട്ട് ഒരു കരിഞ്ഞിട്ടുണ്ട്, അത് വല്ലാതൊന്നുമില്ല. സംഭവം ഞാൻ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പല യൂട്യൂബേഴ്സും ഉണ്ടാക്കുമ്പോൾ ചുറ്റും ഉള്ളിയും തക്കാളി ക്യാരറ്റ് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പോട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയ പരിപാടി ആയതുകൊണ്ട് അതൊന്നും വാങ്ങാൻ ടൈം കിട്ടിയില്ല. വാങ്ങിയത് ഇന്നലെ വാങ്ങിയത് ബാക്കി ഇൻഗ്രീഡിയൻസിന് അരച്ചിട്ട് ഗ്രേവി ആക്കിയിട്ടും സാധനങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇന്ന് പെരുന്നാളായത് കാരണം കടകൾ രാവിലെ തുറക്കാത്തത് കൊണ്ട് സാധനമൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഞങ്ങൾക്ക് തൽക്കാലം നാരങ്ങ, ഒരു പച്ചമുളക് ഒപ്പം വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളത്തിന് തണുത്ത ഒരു ബോട്ടിൽ വെള്ളവും ഒരു 7-Up വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെയാണെങ്കിൽ അൽഫാമിക്ക് ലേശം സോസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉണ്ടാക്കിയാണ്. പക്ഷേ ഇതിൻ്റെ ചേരുവകളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, സോസ് ഉണ്ടാക്കിയതിൻ്റെത്. ബാക്കി സാധനങ്ങളൊക്കെ ഇതാ. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മളെ ചങ്കുണ്ട് നമ്മളൊപ്പം, അപ്പോൾ അവനുണ്ട്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ തരാം. എന്താണ് അവസ്ഥ? തിന്നിട്ട് കഴിച്ച് നോക്കിയിട്ട്? കുഴപ്പമില്ല, ഉഷാറായിട്ടില്ലേ? അപ്പോൾ ആൾക്ക് ഓക്കെയാണ് കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഉഷാറായിട്ടുണ്ട്. കാരണം എന്തായാലും ഫസ്റ്റ് പരീക്ഷിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാത്ത സാധനം റെഡിയായി കിട്ടി. എന്തായാലും സംഭവം ഉഷാറായി, അതിന് സന്തോഷം. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കിയോ കേട്ടോ. സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ, മാറ്റമൊന്നുമില്ല. മസാലയൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ 4 മണിക്കൂർ മിനിമം വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ 2-3 മണിക്കൂർ ഏറെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസാല അത്യാവശ്യം നന്നായിട്ട് സാധനത്തിൽ പിടിച്ചിട്ടുണ്ട്. സോസ് ഉണ്ട് അവിടെ, ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. സംഭവം പൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഫുഡ് ഇങ്ങനെ പുറത്ത് ഉണ്ടാക്കുമെങ്കിലും നമ്മൾ വ്ളോഗിന് വേണ്ടിയിട്ട് ഇതൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഒന്നാമതെന്താ വെച്ചാൽ അൽഫാം ഇങ്ങനത്തെ ബ്രോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നമ്മൾ സാധാ വീട്ടിൽ വെക്കുന്ന വെപ്പ് ഉണ്ടാക്കി നോക്കുന്നല്ലാതെ ഇങ്ങനത്തെ ഒരു ഐറ്റം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. എന്തായാലും സത്യം പറഞ്ഞാൽ സംഭവം ഉഷാറാണ്, വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞങ്ങൾ ഇന്ന് അൽഫാം വെച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല കഴിച്ചിട്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളുണ്ടാക്കിയ ഫുഡ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അൽഫാം എന്ന് പറയുന്നൊരു ഇങ്ങനത്തെ ഒരു ഫുഡ് വ്ളോഗ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അൽഫാം എന്ന് പറയുന്നൊരു ഐറ്റം നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ്. പക്ഷെ നമുക്ക് പാടാതെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉഷാറായി വീഡിയോ ഉഷാറായി. അതുപോലെ നമുക്ക് ഫുഡ് എത്രയോ അധികം ഉഷാറായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആളും നല്ലൊരു വിഭവമായിട്ട് നമുക്ക് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. എന്നാൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട്, ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. വിപിൻ.